വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതായത് നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്താണ് പോകുന്നത്. പോണ വഴിക്ക് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ഫ്ലിക്സ് ബസ് എടുത്തിട്ടാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഫ്ലിക്സ് ബസ് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം കേട്ടോ. ഞാനും ശ്രീ ജസ്റ്റ് ബസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൺ ദ വേ നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്, എത്ര ദിവസത്തേക്കാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ ഓൺ ദ വേ പറയാം കേട്ടോ. അപ്പോൾ കമോൺ. നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് ഒരു കുട്ടി സ്റ്റോറി പറഞ്ഞോട്ടെ. ഇന്ന് പോകുന്ന സ്ഥലത്തെ പറ്റി. ഏകദേശം ഒരു 4-5 വർഷം മുന്നേ തനിമലയാളി എന്ന് പറയുന്ന ഒരു മലയാളി ബ്ലോഗറിൽ നിന്നാണ് ഞാൻ ഈ സ്ഥലത്തെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നത്. അന്ന് നാട്ടിലിരുന്ന് ഈ ബ്ലോഗ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. എനിക്ക് ജർമ്മനിക്ക് വരാനുള്ള ഒരു പ്ലാനും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുള്ളിക്കാരിയുടെ ബ്ലോഗ് കണ്ട് ഈ പറയുന്ന സ്ഥലത്തോട് ഒരു ഭയങ്കര ഒബ്സഷനായിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഒരിക്കലും കാണാൻ പോകുന്നില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ പോലും ആ സ്ഥലത്തെ പറ്റി എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് അറിയാനും എല്ലാം കൊണ്ടും എനിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഈ ഫ്ലിക്സ് ബസ്സിൽ കയറി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. അതെ, നെതർലാൻഡ്സ് ആംസ്റ്റർഡാമിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ജർമ്മനിയിലെ പാഡർബോണിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് നമുക്ക് മൊത്തം 6 മണിക്കൂറാണ് കേട്ടോ ജേർണി വരുന്നത്. പക്ഷെ ജർമ്മനി ഒരു വലിയ കൺട്രി ആയതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഈ പറയുന്ന ആംസ്റ്റർഡാമിലേക്ക് എത്താനായിട്ട് 8, 9, 10 മണിക്കൂർ വരെ എടുക്കും കേട്ടോ. പക്ഷെ നമ്മൾ പാഡർബോണുകാർക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന മറ്റൊരു യൂറോപ്യൻ കൺട്രിയാണ് നെതർലാൻഡ്സ്. 2020 ഫഹദ് ഫാസിലിന്റെ ട്രാൻസ് മൂവി റിലീസ് ചെയ്തപ്പോഴും ആംസ്റ്റർഡാം അതിൽ കണ്ടിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും ഇവിടെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ജേർണിയിൽ ഞാൻ കാണാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ കാണുന്ന 3ാമത്തെ രാജ്യമാണ്. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. നമ്മൾ രാവിലെ 7:30 കേട്ടോ പാഡർബോണിൽ നിന്ന് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഏകദേശം 1:30 ആകുമ്പോൾ നമ്മൾ നെതർലാൻഡ്സ് എത്തും. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലിക്സ് ബസ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലിക്സ് ബസ്സിന് ഞങ്ങൾക്ക് ഒരാൾക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് 17 യൂറോ ആണ് കേട്ടോ സ്പെൻഡ് ആയത്. തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുത്തപ്പോൾ ഒരാൾക്ക് 28 യൂറോ ആണ് ആയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് സ്ട്രോബെറീസും ബ്രെഡും ജാമും ഉണ്ടോ ഞാൻ കയ്യിലെടുത്തത്. ഉച്ചയ്ക്ക് 1:30 വരെ ഈ ബസ് എവിടെ നമുക്ക് ഫുഡ് കഴിക്കാനോ ഒന്നിനും നിർത്തത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ നമുക്ക് പോകുന്ന വഴിയിലുള്ള വിശപ്പടക്കാനുള്ള സാധനങ്ങൾ കയ്യിൽ കരുതണം. അങ്ങനെ നമ്മൾ 5.5 മണിക്കൂറത്തെ ജേർണിക്ക് ശേഷം നെതർലാൻഡ്സിന്റെയും ജർമ്മനിയുടെയും ബോർഡറിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പാസ്പോർട്ടോ വിസ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മളുടെ ഹോട്ടൽ റൂമിലേക്കാണ് പോകുന്നത്. അവിടെ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും നമുക്കില്ല. കാരണം നമ്മൾ എത്തിയിരിക്കുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 1:30-ക്കാണ്. നമ്മൾ ഇനി ഇവിടുന്ന് വഴിയും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് എത്തിച്ചേരണം. നമുക്ക് ഈവനിങ് 5:30-ക്ക് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഒരു ക്രൂയിസ് റൈഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ടൈമിനുള്ളിൽ അവിടെ എത്തണം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം ഹോട്ടൽ റൂമിൽ പോയിട്ട് വേഗം റെഡി ആവാം. ഹേ ഗായ്സ്, അപ്പോൾ അതേ നമ്മൾ ഹോട്ടൽ റൂമിലെത്തി പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വേഗം ഡ്രസ്സ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് അധികം ടൈം ഇല്ല. 5:30-ക്കാണ് നമുക്ക് ക്രൂയിസ് റൈഡ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് പ്രോപ്പറായിട്ട് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചേർത്തൊരു ബ്രഞ്ച് കഴിക്കണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് 5:30 ആവുന്നതിന് മുമ്പ് നമുക്ക് വേഗം എവിടെന്നെങ്കിലും ഒരു KFC കണ്ടുപിടിച്ച് ബ്രഞ്ചും കഴിച്ചിട്ട് നമുക്ക് ക്രൂയിസ് റൈഡിന് പോവാം കേട്ടോ. ആംസ്റ്റർഡാം ശരിക്കും ഒരു സൈക്കിളുകളുടെ നഗരമാണ്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് സൈക്കിളുകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അതുപോലെ പുതിയതായിട്ട് ആംസ്റ്റർഡാമിൽ വരുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സിറ്റീസിൽ മെട്രോയിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഡേക്ക് വേണ്ടി എടുക്കുന്ന ടിക്കറ്റാണ് GVB ടിക്കറ്റ്. GVB ടിക്കറ്റിന് 24 അവേഴ്സിലേക്ക് 9 യൂറോ 50 സെന്റ് ആണ് കേട്ടോ ഒരാൾക്ക് ആകുന്നത്. നമുക്ക് GVB ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് ട്രെയിനിലൊഴിച്ച് ബാക്കി എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലും നമുക്ക് ആംസ്റ്റർഡാമിൽ പോകാവുന്നതാണ് കേട്ടോ 24 അവേഴ്സ്.
നെതർലാൻഡ്സ് ജർമ്മനി പോലെ അത്ര ഭയങ്കര വലിയ കൺട്രി ഒന്നും അല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ചുറ്റി കാണാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ആംസ്റ്റർഡാമില് നൂഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സ്റ്റേ എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മളിപ്പോൾ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ആംസ്റ്റർഡാമിന്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് ആയിട്ടുള്ള മാഡം തുസോട്ട്സ് വാക്സ് മ്യൂസിയം, അതുപോലെ തന്നെ ഡാം സ്ക്വയർ, ഈ വക സംഭവങ്ങളെല്ലാം ഉള്ളത് ഈ സെൻട്രൽ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് സെൻട്രൽ സ്റ്റേഷന് തൊട്ടടുത്തുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞ് ക്രൂയിസ് റൈഡും കണ്ട് റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം ഈ ആംസ്റ്റർഡാമിന്റെ തന്നെ ഒരു കൺട്രി സൈഡ് എക്സ്പ്ലോർ ചെയ്യാനാട്ടോ നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആംസ്റ്റർഡാമിലെ തന്നെ റോക്കിൻ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. ഈ റോക്കിൻ മെട്രോ സ്റ്റേഷന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മെട്രോയുടെ കൺസ്ട്രക്ഷൻ ടൈമിൽ സീ ലെവലിന് താഴെ ആയതുകൊണ്ട് ഇത് കുഴിച്ചെടുത്തുകൊണ്ടിരുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കൽ സംഭവങ്ങൾ മുഴുവൻ ഇവരിവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കയറിയതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഈ എസ്കലേറ്റർ കയറി മുകളിലേക്ക് പോകുന്നത് എനിക്ക് സ്ക്രീനിൽ മാത്രം കണ്ടു പരിചയമുള്ള ആംസ്റ്റർഡാം നഗരം കാണാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഞാൻ ഇന്ന് എൻ്റെ വൺ ഓഫ് ദ ഡ്രീം കം ട്രൂ മൊമെൻറ്റിലേക്കാണ് ഈ എസ്കലേറ്ററിൻ്റെ എൻഡ് എത്തുമ്പോഴേക്കും ചെന്നെത്താൻ പോകുന്നത്. ആംസ്റ്റർഡാം ശരിക്കും എനിക്ക് ജർമ്മനിയേക്കാളും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വെക്കേഷൻ കഴിയുമ്പോഴേക്കും. കാരണം ഞാൻ പറയാം, നമ്മൾ ഒരു കടകളിലോ എവിടെയെങ്കിലും ചെന്നിട്ട് ഉടനെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തിരിച്ച് നമുക്ക് റിട്ടേൺ ഇംഗ്ലീഷ് തന്നെ കിട്ടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും ജർമ്മനിയിൽ കിട്ടില്ല. ആംസ്റ്റർഡാമിൻ്റെ അഥവാ നെതർലാൻഡ്സിൻ്റെ സ്വന്തം ഭാഷ എന്ന് പറയുന്നത് ഡച്ച് ആണെങ്കിലും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഡച്ച് കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല. കടകളിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എവിടെയാണെങ്കിലും ബോർഡുകളടക്കം ഇംഗ്ലീഷിൽ ഡച്ച് കൂടാതെ അവർ വെച്ചിട്ടുണ്ട്. വളരെ റയർലി സ്ഥലങ്ങളിൽ മാത്രമേ ഡച്ചിൽ അവർ ബോർഡ് വെച്ചിട്ടുള്ളൂ. കൂടുതലും അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് ബോർഡുകൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്തിരി മുന്നോട്ട് നടന്നു കഴിഞ്ഞതേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട്, അതായത് റോക്കിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തൊട്ട് പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് മാഡം തുസാറ്റ്സ് വാക്സ് മ്യൂസിയം. പിന്നെ അതിന് തൊട്ട് മുന്നോട്ട് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞ് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഡാം സ്ക്വയർ കാണാൻ പറ്റും. ഇവിടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ മരിച്ച ആൾക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു മോണുമെന്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് കേട്ടോ ഈ കാണുന്ന നമ്മളുടെ ഡാം സ്ക്വയർ. അപ്പോൾ ഈ ഏരിയ തന്നെയാണ് നമ്മുടെ ആംസ്റ്റർഡാം സിറ്റിയുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണ് ഈ ആംസ്റ്റർഡാം സിറ്റിയുടെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് കടകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഷോപ്പിംഗ് സ്പേസസും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത്. നമുക്കപ്പോൾ സമയം കളയാതെ വേഗം KFCയിലേക്ക് പോവാം. KFCന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ക്രൂയിസ് റൈഡ് ഉണ്ട്. അപ്പോൾ അതിന് പോകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ ഈ ആംസ്റ്റർഡാം സിറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം കേട്ടോ. നെതർലാൻഡ്സ് ചീസ് മേക്കിങ്ങിന് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അതിനിവിടെ കാസ് എന്നാണ് ഡച്ചിൽ പറയുന്നത്. ചീസ് വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ഈ വഴിയരികിൽ കാണാം കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. ഇതിന്റെ പുറത്ത് ഒരുപാട് ആൾക്കാർ അത് വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഞങ്ങളുടെ ക്രൂയിസ് റൈഡ് ഉള്ള സ്ഥലത്തേക്ക് നോക്കി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര തിരക്കുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ.
അപ്പോൾ ദാ ഈ കാണുന്ന കനാലിലാണ് നമ്മൾ ഇന്ന് ക്രൂയിസ് റൈഡിന് പോകുന്നത്. നമ്മൾ എടുത്ത കനാൽ ക്രൂയിസിന്റെ പേര് ലവേഴ്സ് കനാൽ ക്രൂയിസ് എന്നായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരാൾക്ക് 15 യൂറോ ആണ് ഇതിന് ഞങ്ങൾക്ക് എമൗണ്ട് വന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആംസ്റ്റർഡാം വരുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ക്രൂയിസ് റൈഡ് മിസ് ചെയ്യാതെ എടുക്കണേ. ഇതൊരു മസ്റ്റ് ഡു ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങളുടെ ക്രൂയിസിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. നമ്മൾ ഈ ക്രൂയിസിൽ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ നമുക്കൊരു ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ ഈ ഗ്രീൻ കളറിൽ കാണുന്ന സംഭവത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ആംസ്റ്റർഡാമിന്റെ ഹിസ്റ്ററിനെ പറ്റി ഇവർ ഈ റൈഡിൽ ഫുള്ളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. ക്രൂയിസ് റൈഡിന് പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തണുത്തിട്ടോ. ഒന്നാമത്തെ കാര്യം ഇവിടെ ഭയങ്കര കാറ്റാണ്. അത് പോരാത്തതിന് നമ്മൾ വെള്ളത്തിലും കൂടെ ഇത് പോകുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ. നിങ്ങൾ ഈ നേരെ കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ? ഇതിന്റെ മുകളിലാണ് കേട്ടോ യൂറോപ്പിലെ ഏറ്റവും ഹയസ്റ്റ് സ്വിംഗ് ഉള്ളത്. നമ്മളിപ്പോൾ ഈ കനാൽ ക്രൂയിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന റിവറിന്റെ പേരാണ് ആംസ്റ്റൽ റിവർ. ഇതിന്റെ ഈ കനാൽ ക്രൂയിസിന്റെ ടിക്കറ്റ് നമ്മൾ എടുത്തത് ഓൺലൈൻ ആയിട്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആംസ്റ്റർഡാം വരുവാണെങ്കിൽ മാക്സിമം ഇതെല്ലാം ഓൺലൈൻ തന്നെ എടുക്കാൻ നോക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ എമൗണ്ട് വ്യത്യാസം വന്നേക്കാം, കൂടുതലായിരിക്കും ചിലപ്പോൾ എമൗണ്ട്. നമ്മുടെ ബാക്കിലായിട്ട് ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ booking.comന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ആംസ്റ്റൽ റിവറിൽ കൂടെ ബോട്ട് കുറച്ച് അകത്തോട്ട് വരും തോറും നമ്മൾ ശരിക്കും മൂവീസിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുള്ള നമ്മുടെ യഥാർത്ഥ ആംസ്റ്റർഡാമിന്റെ ആ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. മുട്ടിയിരിക്കുന്ന വീടുകളും ഓഫീസുകളും ഷോപ്സും പിന്നെ മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് ആംസ്റ്റർഡാം. ഇതിലെ കൂടെ ഇങ്ങനെ എനിക്ക് പോകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ആലപ്പുഴയും കുട്ടനാടും ഒക്കെ എനിക്ക് ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ നമ്മൾ എങ്ങ് നോക്കിയാലും സൈക്കിളുകളാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ റോഡ് സൈഡിൽ കൂടുതലും ഇരിക്കുന്നത് സൈക്കിളുകളാണ്, കാറുകളെക്കാളും മറ്റുള്ള വെഹിക്കിൾസിനേക്കാളും ഒക്കെ. ഇപ്പൊ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഡാൻസിങ് ഹൗസസ്. ഇതിങ്ങനെ 17th സെഞ്ചുറിയിൽ ലീനിങ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും പൊക്കാനും താഴ്ത്താനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇത് കൂടാതെ നിങ്ങൾ ഈ ബോട്ടുകളിലൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ബോട്ടുകളൊക്കെ പലരും അവരുടെ വീടുകളായിട്ട് തന്നെ ഉപയോഗിച്ചാണ് ഇപ്പോഴും അതിൻ്റെ അകത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 15 യൂറോ കൊടുത്ത് ഈ ഒരു കനാൽ ക്രൂയിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആംസ്റ്റർഡാമിന്റെ ഒരു 3/4% ഭാഗങ്ങളും നമുക്ക് ഈ ക്രൂയിസ് ട്രിപ്പിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ നീണ്ട കനാൽ ക്രൂയിസ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ആംസ്റ്റർഡാമിലുള്ള ആൻ ഫ്രാങ്കിന്റെ ഹൗസ് കാണാൻ പോവാട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ. ആൻ ഫ്രാങ്കിനെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആൻ ഫ്രാങ്ക് ഒരു ജൂയിഷ് ഗേൾ ആയിരുന്നു. ഹിറ്റ്ലറിന്റെ ടൈമിൽ സെക്കൻഡ് വേൾഡ് വാറിൽ ആൻ ഫ്രാങ്കും ആൻ ഫ്രാങ്കിന്റെ ഫാമിലിയും കൂടെ ഹിറ്റ്ലറിനെ പേടിച്ച് ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ ആംസ്റ്റർഡാമിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലിരുന്നാണ് ആൻ ഫ്രാങ്കിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയറി എഴുതിയത്. ആൻ ഫ്രാങ്കിന്റെ വീട് കാണാനായിട്ട് ഇവിടെ വളരെ വലിയൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കണം ഓൺലൈനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ക്രൗഡ് അവോയ്ഡ് ചെയ്തിട്ട് ഇത് ഈസി ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ എന്തായാലും ഓൺലൈനായിട്ട് ഇതിന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നെക്സ്റ്റ് ടൈം ഇനി വരുമ്പോഴേക്കും ആൻ ഫ്രാങ്കിന്റെ വീട് കാണാമെന്നുള്ളത്. രാവിലെ 7:30 തുടങ്ങിയ യാത്രയും ഉച്ചയ്ക്ക് 1:30 ഇവിടെ വന്ന് എത്തിയിട്ട് പോലും റെസ്റ്റ് ഒന്നും എടുക്കാതെ നമ്മൾ അപ്പം തന്നെ സിറ്റിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല രീതിക്ക് ടയേർഡായിരുന്നു. ക്രൂയിസ് റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ആംസ്റ്റർഡാം മൊത്തം അങ്ങ് നടന്ന് കണ്ടു. ഈ ആംസ്റ്റർഡാംകാർക്ക് ഈ ഓറഞ്ച് കളറിനോട് ഒരു പ്രത്യേക സ്നേഹാട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും കൂടുതലും നമുക്ക് ഓറഞ്ച് കളറുകൾ തന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഭയങ്കരമായിട്ട് ടയേർഡ് ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഉണ്ടായില്ല. വെറുതെ ഈ സിറ്റിയിൽ കൂടെ സമാധാനമായിട്ട് നടന്ന് ഇരുട്ടായി കഴിയുമ്പോൾ RLDയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്.
ഇപ്പൊ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും സമ്മർ ആയതുകൊണ്ടാണ് ഇവിടെ ഇരുട്ടാകാതെ ഇങ്ങനെ നല്ല വെളിച്ചമായിട്ട് തന്നെ നിൽക്കുന്നത്. ഒരു 9 മണി വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ സമ്മറിൽ. കുറച്ചും കൂടെ ഒന്ന് ഇരുട്ടി കഴിയുമ്പോഴേക്കും ഇവിടെ RLDയുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഈ RLD അഥവാ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് ആംസ്റ്റർഡാമിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണുള്ളതെന്ന് മുഴുവനായിട്ട് ഞാൻ ഈ ബ്ലോഗിൽ കവർ ചെയ്യുന്നില്ല കേട്ടോ. ഇതറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുവാണ്. ശരിക്കും ഇവിടെ നടക്കുന്നത് ലീഗലായിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷനാണ്. ആംസ്റ്റർഡാമിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലായിട്ട് നടത്തുന്ന ഒരു കാര്യമാണിവർ. എനിക്ക് നമ്മുടെ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് കുറച്ചധികം പരിധികൾ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് ആ ലൊക്കേഷൻ്റെ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ പോരാത്തതിന് അവിടെയുള്ള ആൾക്കാരുടെ പ്രൈവസിയും കൂടെ നമ്മൾ മാനിക്കേണ്ടത് കൊണ്ട് ഞാൻ അധികം ക്യാമറയായിട്ട് അതിൻ്റെ ഇടയിലോട്ട് കയറുന്നില്ല. അപ്പോൾ RLD സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ നേരത്ത് ഒരു സുവനീർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെയുള്ള ഒരു സുവനീർ ഷോപ്പിൽ കയറുവാണ് കേട്ടോ. ആംസ്റ്റർഡാമിൽ കഞ്ചാവ് വിൽപ്പനയും ലീഗലായിട്ടുള്ള ഒരു സാധനമാണ്. ഇവിടെ ഈ കാണുന്ന ഷോപ്പിൽ ഇവർ സെല്ല് ചെയ്യുന്നത് കഞ്ചാവാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്ക് നമുക്ക് പലയിടത്തും ഇതുപോലത്തെ കഞ്ചാവിന്റെ ഷോപ്പുകൾ കാണാൻ പറ്റും. ഇവിടെ ഒരാൾക്ക് 5 ഗ്രാം വരെ കഞ്ചാവ് കൈവശം വെക്കുന്നത് ലീഗലാണ് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ടാവും. ഇവിടെ ഈ കാണുന്ന വഴിയിൽ 2 സൈഡിലായിട്ട് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിന്റെ ഷോപ്പുകൾ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഷോപ്പിൽ ടുബാക്കോയും സിഗരറ്റ്സും ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് റെഡ് ലൈറ്റ് സീക്രറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഈ ബിൽഡിങ്ങിലാണ് ഇവർ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലായിട്ട് നടത്തുന്നത്. ഇവിടെ ഈ കാണുന്ന ഓരോരോ ലോങ് വിൻഡോസിന്റെ ബാക്കിലും ഈ റെഡ് കർട്ടൻസിന്റെ ബാക്കിലായിട്ട് ഓരോരോ ലേഡീസ് വന്ന് നിന്നിട്ട് വഴിയിൽ പോകുന്ന ആൾക്കാരെ അട്രാക്ട് ചെയ്ത് അകത്തേക്ക് വിളിക്കുന്നതാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സെക്സ് ഷോസും കാര്യങ്ങളും ഒക്കെ ഇവർ നടത്തുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ ഈ വ്ളോഗിൽ RLDയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ വഴിയുടെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഒരുപാട് കടകൾ ഈ ബിസിനസ് ചെയ്യുന്നതുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം അതെല്ലാം നടന്ന് കണ്ടതിന് ശേഷം ഇപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫുൾ ഡേ പുറത്ത് തന്നെ ആയതുകൊണ്ട് ഭയങ്കര ടയേർഡാണ്. അപ്പോൾ റൂമിൽ പോയി നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നാളെ നമ്മൾ ആംസ്റ്റർഡാമിൻ്റെ തന്നെ ഒരു കൺട്രി സൈഡാണ് കേട്ടോ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഇവിടെ ഒരു കാസിനോയും കൂടി ഇവർ നടത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ ഗാംബ്ലിങ്ങും മറ്റുള്ള പരിപാടികൾക്കുമായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആംസ്റ്റർഡാമിൽ രാത്രി ഒരു 8-8:30 ആകുമ്പോഴേക്കും ആക്റ്റീവായിട്ട് ഇവരുടെ നൈറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഇവിടെ ഒരുപാട് കോഫി ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലത്തെ സാധാരണ കോഫി ഷോപ്സ് അല്ല. കോഫിക്കും ഷോപ്പും എന്ന് എഴുതിയിരിക്കുന്നതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കഞ്ചാവാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുമ്പോഴേക്കും അറിയാതെ പോയിട്ട് കോഫി ഷോപ്പിലേക്ക് വേഗം ഓടിക്കയറരുത്. പിന്നെ അതുകൂടാതെ രാത്രിയാകുമ്പോഴേക്കും ഇവിടെ പാർട്ടീസും നൈറ്റ് ക്ലബ്സും ഒക്കെ തുടങ്ങും കേട്ടോ. ഞങ്ങളിപ്പോൾ ട്രാമിൽ കയറിയിട്ടുണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനായിട്ട്. നാളെ നമ്മൾ നെതർലാൻഡ്സിന്റെ തന്നെ ഒരു കൺട്രി സൈഡായിട്ടുള്ള സാൻസേ ഷാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാനതിൻ്റെ ആംസ്റ്റർഡാം വ്ളോഗിന്റെ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ആംസ്റ്റർഡാമിൽ 2 days ആണ് നിൽക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ തിരിച്ച് പാഡർബോണിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതേ ഏകദേശം നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഈ കാണുന്ന ഐ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ എടുത്തിരുന്നത്. നമുക്ക് 2 പേർക്കും കൂടെ €100 ആണ് റൂമിന് സ്പെൻഡ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അടുത്ത ബ്ലോഗിൽ കാണാം. അപ്പൊ സീ യു ഗൈസ്.